ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നത് സെൽഫ് സ്റ്റാർട്ട് ആവുന്നില്ല, അതേപോലെ തന്നെ കിക്കർ അടിച്ചാലും കിക്കർ ജാമായിട്ട് നിൽക്കാം, സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്കതിനകത്ത് ഇടയ്ക്ക് നമ്മളിപ്പോൾ വണ്ടി വന്നിട്ട് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴും സ്റ്റാർട്ട് ആവാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഈ പ്ലഗിൻ്റെ കംപ്ലയിൻ്റാണ്. പ്ലഗ് മാറ്റിയിട്ട് അതിന് ശേഷം വണ്ടി കിക്കർ അടിച്ച് വണ്ടി സ്റ്റാർട്ടായിരുന്നു. പിന്നെ ഉള്ളത് സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ്. നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററി 2020 മോഡലാണ്. ഇതാണ് അതിൻ്റെ ഇയർ വന്നത്. ലാസ്റ്റ് വന്നതാണ് ആ 20 എന്നുള്ളതാണ് അതിൻ്റെ ഇയർ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ 2020 മോഡൽ ബാറ്ററിയാണ്. അപ്പോൾ അത് ബാറ്ററി കംപ്ലയിൻ്റാണ്. ഞാൻ ജസ്റ്റ് അതിന് ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററി കണക്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.56 ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുക്കാം കേട്ടോ. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂസ് കാണിക്കും. ഒന്ന് നല്ല ബാറ്ററി ആണെങ്കിൽ ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞ് കാണിക്കും. ബാറ്ററി ചാർജ് കുറവാണെങ്കിൽ ഇവിടെ ലോ ആയിട്ടാണ് കാണിക്കുക. കംപ്ലയിൻ്റ് ആണെങ്കിൽ ഈ റെഡ് ലൈറ്റാണ് തെളിഞ്ഞു വരാം. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് ഡാമേജ് ആയിട്ടാണ്, ബാറ്ററി പോയ ബാറ്ററിയാണ്. നമ്മൾ ബാറ്ററിയുടെ പഴക്കം നോക്കുമ്പോഴും 2020 ബാറ്ററി എന്ന് പറയുമ്പോൾ 5 വർഷം പഴക്കം ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ നോക്കിയാലും ഒരു 4-4.5 വർഷം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട് ബാറ്ററി. അപ്പോൾ ഞാനൊരു പുതിയ ബാറ്ററി വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ ഞാനൊരു പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട്. ആമറോണിൻ്റെ തന്നെ 2025 ബാറ്ററി ഒരെണ്ണം വെച്ചിട്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ബാറ്ററി മാറ്റി വയ്ക്കണം, അതേപോലെ തന്നെ പ്ലഗ് മാറ്റി റീസെറ്റ് ചെയ്യുക, അതേപോലെ കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കേസ് നിലവിൽ ചെയ്താൽ മതി ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് നിലവിൽ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് കൂടാതെ കൊണ്ട് പല കാരണം കൊണ്ടും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരാം. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എൻ്റെ കാർബറേറ്ററിൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ കാർബറേറ്റർ ഇടയ്ക്ക് ക്ലീൻ ചെയ്തേക്കുന്നതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം, പെട്രോൾ ഇറങ്ങാത്ത പ്രശ്നം കൊണ്ട് വരാം, സ്റ്റാർട്ടർ കോയിലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടൊക്കെ വരാം. നിലവിൽ ഇപ്പോൾ കാണിച്ച പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലഗ് മാറ്റിയിടാം, ബാറ്ററി മാറ്റിക്കഴിഞ്ഞാൽ സെൽഫിൻ്റെ കേസ് റെഡി ആയിക്കോളും, കിക്കർ അഴിച്ച് വീൽ ചെയ്ത് കഴിഞ്ഞാൽ കിക്കറിൻ്റെ ആ ടൈറ്റിൻ്റെ കേസും സോൾവ് ആയിക്കോളും. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ അതുപോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കയറ്റിയിട്ടൊക്കെ ഒന്ന് ജനറലായിട്ടൊന്ന് സർവീസ് ചെയ്ത് പോകണമല്ല. ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ വണ്ടി കോമണായിട്ട് അത്യാവശ്യം മൂവ്മെൻറ്റുള്ള എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് അഴിച്ച് ഗ്രീസിങ് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ ഗ്രീസ് ചെയ്യുക, കേബിളുകൾ, സ്വിച്ചുകൾ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗത്തും നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് 600 രൂപയാണ് അതിൻ്റെ സർവീസ് ചാർജ് വരാം, അത് ലേബർ ചാർജ് വരാം. പിന്നെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും പാർട്സുകളൊക്കെ മാറേണ്ടി വന്നാൽ മാത്രമേ അഡീഷണൽ വരുള്ളൂ. അത് പാർട്സുകൾ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അത് ജനറലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും കേട്ടോ. ജസ്റ്റ് ഞാൻ ഒന്ന് സജഷൻ പറഞ്ഞു എന്നുള്ളൂ. അത് സാധാരണ നമുക്ക് 120 ദിവസം കൂടുമ്പോൾ ചെയ്യണമെന്നുള്ളതാണ് കമ്പനി ഇൻസ്ട്രക്ഷൻ. ശരിക്കും പറഞ്ഞാൽ 120 ദിവസം പറഞ്ഞാൽ 4 മാസം കൂടുമ്പോൾ ജനറലായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി ഉപയോഗിക്കാൻ എന്നുള്ളത്. കാരണം ഏതെങ്കിലും പാർട്സുകൾ തേയ്മാനം വന്നിരിക്കുകയോ ഡാമേജ് വന്നിരിക്കുക, ചെറിയ കംപ്ലയിൻറ്റ് ആരംഭിക്കുകയോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിലൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കമ്പനി അങ്ങനെ ഒരു സജഷൻ പറയണേണ്ട കേസ്. ഞാനപ്പോൾ അത് നമ്മളൊരു സജഷനായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ നമുക്കതിൻ്റെ വേണ്ടത് ബാറ്ററി മാറ്റി വയ്ക്കണം, സ്പാർക്ക് പ്ലഗ് മാറ്റി പുതിയത് വയ്ക്കണം, പിന്നെ നമുക്ക് കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം, ലേബർ ചാർജ്, ഇത്രയാണ് മെയിനായിട്ട് വരാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് ബാക്കിത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, വർക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.